ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ചന്ദ്രികയുടെ സിദ്ധാർത്ഥിൻ്റെയും കല്യാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്രത്തിൽ വെച്ചിട്ട്. അത് മുടക്കാൻ വേണ്ടിയിട്ട് മേഘയും ഒരു ഭാഗത്ത് നിന്ന് അവളുടെ അച്ഛനും കൂടിയിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ വനിതാ കമ്മീഷൻ്റെ ആൾക്കാരെയൊക്കെ കൂട്ടിക്കൊണ്ടാണ് അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. എല്ലാവരും ക്ഷേത്രത്തിന് പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അറിയാതെ ചന്ദ്രികയുടെ കഴുത്തിലേക്ക് താലി കെട്ടാൻ നിൽക്കുവാണ് സിദ്ധാർത്ഥ്. ആ സമയത്ത് മഹേന്ദ്രൻ പറഞ്ഞയച്ചത് പ്രകാരം വാസുദേവൻ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വാസുദേവനാണ് ആദ്യം തന്നെ കാണുന്നത്. മേഘയും അവളുടെ അച്ഛനായ ശരവണനും ചേർന്ന് ഒരുപാട് ആളുകളെയും കൂട്ടിയിട്ട് ക്ഷേത്രത്തിന് പുറത്ത് വന്ന് നിൽക്കുകയാണ്. അയാളാണെങ്കിൽ ശരവണൻ അവിടെ വന്നിട്ടുണ്ടായിരുന്ന രണ്ട് സ്ത്രീകളോട് പറയുന്നുണ്ട്, ഇവരൊക്കെ കല്യാണം മുടക്കാൻ ശ്രമിച്ചാലും അവർ കല്യാണം മുടക്കില്ല. അതായത് അവർ വീണ്ടും ഇവരെയൊന്നും വാക്കിന് വില കൽപ്പിക്കാതെ കല്യാണം നടത്തും. അപ്പോൾ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കണം. ഞങ്ങളോട് പറഞ്ഞല്ലോ സാർ, ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തോളാം. ഇതൊക്കെ മാറി ദൂരെ നിന്നാണ് വാസുദേവൻ കാണുന്നത്. വാസുദേവൻ ശരിക്കും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം കല്യാണം മുടക്കാൻ വേണ്ടി ഇവരൊക്കെ വന്നു നിൽക്കുന്നു എന്നുള്ളത് കണ്ടിട്ട്. അവരെല്ലാവരും ചേർന്നിട്ട് ക്ഷേത്രത്തിനൊക്കെ അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനൊക്കെ തയ്യാറാക്കുകയാണ്. ആ സമയത്ത് വാസുദേവൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇതെങ്ങനെയെങ്കിലും മഹേന്ദ്രൻ അളയൻ്റെ അടുത്ത് എത്തിച്ചിട്ട് ഇവരെ ക്ഷേത്രത്തിനകത്തേക്ക് കയറ്റി വിടരുത്. അവരെല്ലാവരും ക്ഷേത്രത്തിനകത്തേക്ക് കയറാൻ വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് വാസു വേഗം തന്നെ അകത്തേക്ക് പോവുകയാണ്. എന്നിട്ട് മണ്ഡപത്തിൽ നിൽക്കുന്നുണ്ടായിരുന്ന മഹേന്ദ്രനെ കൈകാണിച്ച് വിളിക്കുന്നുണ്ട്, അളിയാ ഒരു മിനിറ്റ് ഒന്നിങ്ങോട്ട് വാ. എന്താ കാര്യം? അയ്യോ ഒന്ന് വാ അളിയാ. അയാളാകെ പതർച്ചയോടെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ മഹേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത്, എന്താ പറ്റിയത്? അപ്പോൾ അയാൾ വിക്കി പറയാണ്, ആ മേഘ ഒരുപാട് ആളുകളെയും കൂട്ടിയിട്ട് ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് അളിയാ. എന്തൊക്കെയാ അളിയാ ഈ പറയുന്നത്? ആണ്, ഞാൻ പറയുന്നത് സത്യം തന്നെയാണ്. മേഘ ഒരുപാട് പേരെയും കൂട്ടിയിട്ടാണ് വരുന്നത്. എനിക്കെന്തോ നല്ല ഭയം തോന്നുന്നുണ്ട്. അവളെയും അവളുടെ കൂടെ വരുന്ന ആൾക്കാരെയും കാണുമ്പോൾ എന്തായാലും അവൾ ഈ കല്യാണം മുടക്കാൻ തന്നെയാണ് വരുന്നത് എന്നാണ് എനിക്ക് ഉറപ്പുള്ളത്. അളിയാ, എന്തായാലും അവൾ ഈ കല്യാണം മുടക്കാനുള്ള തീരുമാനം എടുത്തിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഈ കല്യാണം ഒരു കാരണവശാലും മുടങ്ങാൻ പാടില്ല. അളിയാ, എത്രയും പെട്ടെന്ന് ഈ കല്യാണം ഒന്ന് പെട്ടെന്ന് തന്നെ നടത്തുക അളിയാ. അയാൾ ആകെ പതർച്ചയോടെയാണ് സംസാരിക്കുന്നത്. പക്ഷെ അത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ആരൊക്കെ തടഞ്ഞാലും ഈ കല്യാണം നടക്കുക തന്നെ ചെയ്യും. മേഘയെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാ? അതിനുശേഷം പൂജാരിയുടെ അടുത്തേക്ക് പോയിട്ട് പൂജാരിയോട് പറയുന്നുണ്ട്, മന്ത്രം ചൊല്ലിയതൊക്കെ മതി. ഇനി താലി എടുത്തിട്ട് പയ്യൻ്റെ കയ്യിൽ കൊടുത്ത് പെണ്ണിൻ്റെ കഴുത്തിൽ കെട്ടാൻ പറ. അദ്ദേഹം ധൃതിയിലെ മന്ത്രങ്ങളൊക്കെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ് ശരിയെന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് മേഘ ഏകദേശം ക്ഷേത്രത്തിനകത്തേക്ക് കയറാനായിട്ടുണ്ടായിരുന്നു. ചന്ദ്രിക സിദ്ധുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയിട്ടുണ്ടാവുക? ഇല്ല, എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. സിദ്ധു അവരുടെയൊക്കെ വെപ്രാളം കണ്ടിട്ട് പറയാണ്. ആ സമയത്ത് മഹേന്ദ്രൻ വാസുവിനോട് പറയുന്നുണ്ട്, അളിയാ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ പുറത്ത് പോയിട്ട് നിൽക്ക്. മേഘയും അവളുടെ കൂടെ വരുന്ന ആൾക്കാരും ഒരു കാരണവശാലും താലികെട്ട് കഴിയുന്നത് വരെ ക്ഷേത്രത്തിനകത്തേക്ക് കടക്കാൻ പാടില്ല. ശരി അളിയാ, ഞാൻ പുറത്ത് പോയിട്ട് നിൽക്കാം. നിങ്ങൾ എത്രയും പെട്ടെന്ന് താലികെട്ട് നടത്ത്. വാസു മേഘയെയും കൂട്ടരെയും തടയാൻ വേണ്ടി പോയ സമയം തന്നെ ആകാശം അയാൾക്ക് പിന്നാലെ പോയിട്ടുണ്ടായിരുന്നു. മഹേന്ദ്രൻ തിരിച്ച് മണ്ഡപത്തിൽ കയറുന്ന സമയത്ത് ചന്ദ്രിക വെപ്രാളത്തോടു കൂടി സിദ്ധുവിനോട് ചോദിക്കുന്നുണ്ട്, വാസുമാമൻ എന്തിനായിരിക്കും ആകെ ഒരു ടെൻഷൻ അടിച്ച് പുറത്തേക്ക് പോയത്? എന്തെങ്കിലും പ്രശ്നം നടന്നിട്ടുണ്ടാവുമോ? ഇല്ല ചന്ദ്രിക, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നീ വെറുതെ ഓരോന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട. നമ്മുടെ കല്യാണം ഒരു പ്രശ്നവും ഇല്ലാതെ നല്ല രീതിക്കൊന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു. ചന്ദ്രിക, നീ ടെൻഷൻ ആവാതെ, നല്ല രീതിക്ക് തന്നെ നടക്കും. വാസുവും ആകാശവും പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോയിട്ട് സെക്യൂരിറ്റിയോട് പറയുന്നുണ്ട്, സെക്യൂരിറ്റി, ഈ കല്യാണം മുടക്കാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ തന്നെ വരുന്നുണ്ട്. അവരാരെയും അകത്തേക്ക് കയറ്റി വിടാൻ പാടില്ല. ആ ശരി സർ, അയാളും പറയാണ്. അപ്പോഴേക്കും മേഘയും അവളുടെ അച്ഛനും ശരവണനും അവരുടെ കൂടെ വന്നിട്ടുള്ള വനിതാ കമ്മീഷൻ ആൾക്കാരും മീഡിയാസും ഒക്കെ പുറത്തെത്തിയിട്ടുണ്ടായിരുന്നു. നിക്ക്, എല്ലാവർക്കും നേരെ കൈ ഇതാക്കിക്കൊണ്ട് പറയാണ്, എങ്ങോട്ടേക്ക് എല്ലാവരും കൂടെ ഇടിച്ചു കയറി പോകുന്നത്? അയ്യോ, നിങ്ങളുടെ കല്യാണത്തിന് സദ്യ ഉണ്ണാൻ വന്നതല്ല ഞങ്ങൾ. എൻ്റെ മകളുടെ ജീവിതം നശിപ്പിച്ചിട്ട് ഇപ്പോൾ മറ്റൊരുത്തിയുടെ കഴുത്തിൽ താലി കെട്ടാൻ നോക്കുവാണ് ആ സിദ്ധാർത്ഥ്. അത് നോക്കിയിട്ട് ഞങ്ങൾ ചുമ്മാ ഇരിക്കണം എന്നാണോ താൻ പറയുന്നത്? ശരവണൻ നല്ല കത്തിക്കയറി സംസാരിക്കുകയാണ്. ഏയ് വായി തോന്നിയത് വിളിച്ചു പറയാതെടോ. തൻ്റെ മോൾ എവിടെ നിന്നാണോ പിഴച്ചത് അവിടെ പോയിട്ട് അവനെ കണ്ടുപിടിക്കാൻ നോക്ക്. അല്ലാതെ എൻ്റെ മോനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ പൊട്ടനെ പോലെ തോന്നുന്നുണ്ടോ? വരുന്നവർക്കും പോകുന്നവർക്കൊക്കെ അവൻ്റെ തലയിൽ കയറാൻ വേണ്ടി മര്യാദയ്ക്ക് അവൻ്റെ ജീവിതം നശിപ്പിക്കാൻ നോക്കാണ്ട് ഇവിടുന്ന് ഇറങ്ങി പോകാൻ നോക്ക്. വാസു ദേഷ്യത്തോടെ പറയാണ്. പക്ഷേ ശരവണൻ കയറി വന്നിട്ട് പറയാണ്, എൻ്റെ മകളുടെ ജീവിതം നശിപ്പിച്ചിട്ട് ഇപ്പം നിങ്ങൾ തോന്നിയ പോലെ സംസാരിക്കുന്നോ? അതും പറഞ്ഞ് വാസുവിനെ ചെകിട്ടത്ത് നോക്കി ഒന്ന് പൊട്ടിച്ചു കൊടുക്കുവാണ്. ആരുടെ മേലെയാടോ താൻ കൈവച്ചത് എന്നും ചോദിച്ചിട്ട് വാസുവും വാസുവിൻ്റെ ഭാഗത്ത് നിന്നിട്ട് അങ്ങനെ ആകാശവും ഒക്കെ ചേർന്ന് ശരവണനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ്. വലിയൊരു മുട്ടൻ വഴക്ക് തന്നെ അവിടെ നടക്കുന്നുണ്ട്. ശരവണനാണെങ്കിൽ അവർ രണ്ടുപേരെയും ഒറ്റയ്ക്ക് തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അവർ പരസ്പരം കൈകൾ കോർത്ത് പിടിച്ച് ദേഷ്യത്തോടെ നിൽക്കുന്ന സമയത്ത് ശരവണൻ മേഘയോട് പറയാണ്, ഇവിടെ തല്ല് നോക്കി നിൽക്കാതെ വേഗം അകത്തേക്ക് പോകാൻ നോക്ക് മേഘ. അങ്ങനെ മേഘയെ അവളുടെ കൂടെ വന്ന പത്രക്കാരും അതുപോലെ വനിതാ കമ്മീഷൻ അംഗങ്ങളും ഒക്കെ കൂടെ അകത്തേക്ക് വേഗം ഓടി പോവുകയാണ്.
മനീഷ് ഓട്ടോയിൽ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മനീഷിനെ തെരഞ്ഞുകൊണ്ട് പിന്നാലെ തന്നെ മഹേഷും ഉണ്ട്. ആ സമയത്ത് വാസുവിനും ആകാശിനും തടഞ്ഞു നിർത്താൻ പറ്റാതെ ശരവണനും മേഘയും എല്ലാവരും കൂടെ അകത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ആ സമയം മുത്തശ്ശൻ പൂജാരിയോട് പറയുന്നുണ്ട്, മതി മന്ത്രം ചൊല്ലിയതൊക്കെ, ഇനി താലിയെടുത്ത് സിദ്ധുവിൻ്റെ കൈ കൊടുക്കാൻ നോക്ക്. സിദ്ധു ആണെങ്കിൽ പൂജാരിയുടെ കയ്യിൽ നിന്നും താലിയും വാങ്ങിയിട്ട് ചന്ദ്രികയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പതർച്ചയോടെ നിൽക്കുകയാണ്. ആ സമയത്ത് മേഘ അവളുടെ കൂട്ടാളികളൊക്കെ ക്ഷേത്രത്തിനകത്ത് അവരുടെ ആ ഒരു കല്യാണ മണ്ഡപത്തിനടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുത്തശ്ശൻ ദേഷ്യത്തോടെ സിദ്ധുവിനോട് ചോദിക്കുകയാണ്, സിദ്ധു നീ എന്താ ആലോചിച്ച് നിൽക്കുന്നത് താലിയും കൈ പിടിച്ചിട്ട്? ചന്ദ്രികയുടെ കഴുത്തിൽ താലി കെട്ടാൻ നോക്കുക ആദ്യം. അങ്ങനെ സിദ്ധു ചന്ദ്രികയുടെ കഴുത്തിലേക്ക് താലി കെട്ടാൻ ഒരുങ്ങുവാണ്. അപ്പോഴേക്കും കൃത്യം മേഘയും അവളുടെ അച്ഛനും ഒക്കെ ആ ഒരു മണ്ഡപത്തിൽ ആ ഒരു കാഴ്ച കാണുന്നുണ്ടായിരുന്നു. സിദ്ധു അത് ചന്ദ്രികയുടെ കഴുത്തിൽ വെച്ചിട്ട് ആദ്യത്തെ ഒരു കെട്ട് കെട്ടിയിട്ടേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോഴേക്കും മേഘയും എല്ലാവരും ആ ഒരു പന്തലിൽ അവർക്ക് നേരെ ഓപ്പോസിറ്റ് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. നിർത്ത്, മേഘ അലറിക്കൊണ്ട് പറയാണ്. എല്ലാവരും അവളുടെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കുന്നുണ്ട്. സിദ്ധു ആണെങ്കിൽ താലി കെട്ടുന്നത് നിർത്തിവെച്ചിരിക്കുകയാണ്. മേഘയെയും അവളുടെ കൂടെയുള്ള ഒരുപാട് പേരെയും കാണുന്ന സമയത്ത് എല്ലാവരും ഒന്ന് വിരണ്ടു പോയിട്ടുണ്ടായിരുന്നു. മേഘയാണെങ്കിൽ ഓടിക്കതച്ച് വേഗം സിദ്ധുവിൻ്റെ പന്തലിന് മുന്നിൽ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് ഇപ്പം നീ ചന്ദ്രികയുടെ കഴുത്തിൽ താലി കെട്ടാൻ ഒരുങ്ങുവാണോ? ഈ കല്യാണം ഞാൻ നടത്താൻ അനുവദിക്കില്ല. മേഘ ദേഷ്യത്തോടെ പറയുന്നത് കേട്ട് എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പം മുത്തശ്ശൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, എൻ്റെ മക്കളുടെ കല്യാണം നിർത്താൻ നീ ആരാ? മര്യാദയ്ക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോവാൻ നോക്ക്. അപ്പോൾ പൂജാരിയാണെങ്കിൽ എല്ലാവരെയും മാറി മാറി നോക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പൂജാരിയോട് പറയുന്നുണ്ട്, എന്തിനാ നിങ്ങൾ മന്ത്രം ചൊല്ലുന്നത് നിർത്തിയത്? ബാക്കി കൂടി ചൊല്ലാൻ നോക്ക്. എന്നിട്ട് മുത്തശ്ശൻ സിദ്ധുവിനോട് പറയാണ്, സിദ്ധു നീ താലി കെട്ടാൻ നോക്കടാ. അപ്പോൾ മേഘ ആകെ പരിഭ്രമത്തോടെ വിളിക്കുന്നുണ്ട്, അച്ഛാ എന്താ എന്താ ചെയ്യാന്നൊക്കെ. അപ്പോൾ സിദ്ധു ആണെങ്കിൽ മുത്തശ്ശൻ പറഞ്ഞത് പ്രകാരം താലി എടുത്തിട്ട് വീണ്ടും ചന്ദ്രികയുടെ കഴുത്തിലേക്ക് കെട്ടാൻ ഒരുങ്ങുവാണ്. അപ്പോഴാണ് വനിതാ കമ്മീഷനിൽ നിന്ന് വന്ന ആ സ്ത്രീ പറയുന്നത്, നിർത്ത്, ഈ ഒരു പെണ്ണിനെ ഗർഭിണിയാക്കിയിട്ട് നിങ്ങൾ എങ്ങനെ ഇപ്പോൾ മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോകുന്നത്? ആ ഒരു ചോദ്യം കേട്ട് എല്ലാവരും പരിഭ്രമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, സർ നിങ്ങൾ പഠിച്ച ഒരാളല്ലേ? മേഘയുടെ ഗർഭത്തിന് നിങ്ങളാണ് ഉത്തരവാദിയെന്ന് ആ പെണ്ണ് പറയുന്നു. കുറഞ്ഞ പക്ഷം നിങ്ങളല്ല അത് എന്ന് തെളിയിച്ചിട്ടെങ്കിലും വേണ്ടേ നിങ്ങൾ മറ്റൊരു വിവാഹം നടത്താൻ? ഇപ്പോൾ നിങ്ങൾ ഈ ചന്ദ്രികയുടെ കഴുത്തിൽ താലി കെട്ടുവാണെങ്കിൽ നാളെ ബ്രേക്കിംഗ് ന്യൂസ് മൊത്തം നിങ്ങളുടെ ഈ വിവാഹ വാർത്തയായിരിക്കും. അത് കേട്ട് എല്ലാവരും ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, അതിനുശേഷം പിന്നെ കോടതി കേസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വേണ്ടി വരും അതിന് പിന്നാലെ ഓടാൻ. മര്യാദയുടെ ഭാഷയിലാണ് പറയുന്നത്, ഈ കല്യാണം നിർത്തിവെക്കാൻ നോക്ക്. അപ്പോൾ മുത്തശ്ശൻ ദേഷ്യത്തോട് ചോദിക്കുകയാണ്, നിങ്ങളെന്താ ഭീഷണിപ്പെടുത്തുവാണോ? എല്ലാവരും മേഘയുടെ അടുത്ത് നിന്ന് പണം വാങ്ങിയിട്ട് ഈ കല്യാണം എങ്ങനെ മുടക്കാമെന്നാണോ ആലോചിക്കുന്നത്? ആദ്യം നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് പുറത്തേക്ക് പോവാനാ പറഞ്ഞത്. എന്നിട്ട് പൂജാരിയോട് വീണ്ടും പറയുന്നുണ്ട് മന്ത്രമൊക്കെ ചൊല്ലാൻ വേണ്ടിയിട്ട്. സിദ്ധു നീ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, മര്യാദയ്ക്ക് ചന്ദ്രികയുടെ കഴുത്തിൽ താലി കെട്ടാൻ നോക്ക്. ഇവരെന്താ ചെയ്യുന്നതെന്ന് ഞാനും ഒന്ന് കാണട്ടെ. അദ്ദേഹത്തിൻ്റെ വെല്ലുവിളി കേട്ടപ്പോൾ മേഘയ്ക്ക് ചെറുതായിട്ടൊരു ഭയം തോന്നുവാണ്. അച്ഛാ, അവളിങ്ങനെ പേടിയോടെ വിളിക്കുന്നുണ്ട്. അപ്പോൾ പൂജാരിയോട് വീണ്ടും പറയാണ്, നിങ്ങളോടല്ലേ മന്ത്രം ചൊല്ലാൻ വേണ്ടി പറഞ്ഞത്? പക്ഷേ അവിടെ നടക്കുന്ന ബഹളം കണ്ടതുകൊണ്ടായിരിക്കാം അദ്ദേഹം പേടി കൊണ്ട് മന്ത്രം ചൊല്ലുന്നുണ്ടായിരുന്നില്ല. മനീഷ ആണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവനാണ് എത്തിയിട്ടും എത്തുന്നുമില്ല. അപ്പോൾ പൂജാരി മന്ത്രം ചൊല്ലാത്തത് കണ്ടപ്പോൾ ദേഷ്യത്തോടെ മുത്തശ്ശൻ സിദ്ധുവിനോട് പറയാണ്, പൂജാരി മന്ത്രം ചൊല്ലിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നീ ചന്ദ്രികയുടെ കഴുത്തിൽ താലി കെട്ടാൻ നോക്ക്. അദ്ദേഹത്തിൻ്റെ വെല്ലുവിളി നിറഞ്ഞ സംസാരം കേട്ടപ്പോൾ മേഘയ്ക്ക് വല്ലാത്ത ഭയം തോന്നുന്നുണ്ടായിരുന്നു. അവരെല്ലാവരും പേടിയോടെ നിൽക്കുകയാണ്. സിദ്ധു ഇപ്പോൾ ചന്ദ്രികയുടെ കഴുത്തിൽ താലി കെട്ടുമോ എന്ന് ഭയന്നിട്ട്. സിദ്ധാർത്ഥാണെങ്കിൽ താലി എടുത്ത് പിടിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ആകെ കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആകാശും വാസുവും ഒക്കെ പറയുന്നുണ്ട് കെട്ടാൻ വേണ്ടിയിട്ട്. സിദ്ധു മഹേന്ദ്രനെയും ലക്ഷ്മിയെ നോക്കിയപ്പോൾ ലക്ഷ്മിയും പറയാണ്, സിദ്ധു ആലോചിച്ച് നിൽക്കാതെ ചന്ദ്രികയുടെ കഴുത്തിൽ താലി കെട്ട്. വാസു വീണ്ടും പറയുന്നുണ്ട്, സിദ്ധു നീ എന്തിനാ മടിച്ചു നിൽക്കുന്നത്? നീ ആദ്യം ചന്ദ്രികയുടെ കഴുത്തിൽ താലി കെട്ട്. എന്താ നടക്കാൻ പോകുന്നതെന്ന് ഞങ്ങളൊന്ന് കാണട്ടെ. എല്ലാവരും സിദ്ധാർത്ഥിനോട് താലി കെട്ടാൻ വേണ്ടി തന്നെയാണ് പറയുന്നത്. പക്ഷേ സിദ്ധുവും ചന്ദ്രികയൊക്കെ ആകെ സ്റ്റെക്കായി നിൽക്കുകയാണ്. അവർ താലി കെട്ടുമോ എന്നുള്ള ഭയത്തിലാണ് ശരവണനും മേഘയൊക്കെ നിൽക്കുന്നത്. സിദ്ധാർത്ഥാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ശരിക്കും ഒരുതരം മരവിപ്പിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ മഹേന്ദ്രനും പറയുന്നുണ്ട്, സിദ്ധു നീ എന്താ ഈ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്? നീ ആദ്യം ചന്ദ്രികയുടെ കഴുത്തിൽ താലി കെട്ടാൻ നോക്ക്. പിന്നീട് വരുന്ന കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞ് ചിന്തിക്കാം. മുത്തശ്ശനൊക്കെ ഇത് തന്നെ ആവർത്തിക്കുകയാണ്, സിദ്ധു നീ താലി കെട്ടാൻ നോക്ക്. അദ്ദേഹം തിരിഞ്ഞ് നാദസ്വരക്കാരോട് അത് വായിക്കാൻ പറയാണ്. അത് വായിക്കുന്ന ശബ്ദം കേട്ട ഉടനെ സിദ്ധാർത്ഥ് ആ ഒരു ഞെട്ടലിൽ നിന്ന് മാറിയിട്ട് ചന്ദ്രികയുടെ കഴുത്തിൽ താലി കെട്ടുവാണ്. മേഘയും അവളുടെ അച്ഛനും മേഘ കൂട്ടിക്കൊണ്ടു വന്നവരും അവരാരും തന്നെ അത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, സിദ്ധാർത്ഥ് ചന്ദ്രികയുടെ കഴുത്തിൽ താലി കെട്ടുന്നുള്ളൊരു കാര്യം. അപ്പോൾ മേഘയാണെങ്കിൽ ഏയ് എന്താ നീ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സിദ്ധാർത്ഥ ചന്ദ്രികയുടെ കഴുത്തിൽ താലി കെട്ടിയ സമയത്ത് എല്ലാവരും അവർക്ക് നേരെ ആശീർവാദത്തോടെ ആ പൂവുകൾ വിതറുകയാണ്. മേഘ സ്റ്റെക്കായിട്ട് നിന്ന സമയത്ത് ശരവണൻ പറഞ്ഞു കൊടുക്കുകയാണ്, മേഘ നീ എന്തേ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? പോയിട്ട് അവളുടെ താലി വലിച്ചു വെറിഞ്ഞ് പൊട്ടിക്ക്.
കേട്ട പാതി കേൾക്കാത്ത പാതി സിദ്ധാർത്ഥ് കെട്ടിയ താലി പറിച്ചെറിയാൻ വേണ്ടിയിട്ട് മേഘ മണ്ഡപത്തിലേക്ക് കയറി ചെല്ലുവാണ്. എന്നിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ആദ്യം അവൾ വലിച്ചെറിയുന്നുണ്ട്. പിന്നീട് ചന്ദ്രികയുടെ കഴുത്തിലുണ്ടായിരുന്ന മാലയാണ് ആദ്യം ഊരിക്കളയുന്നത്. പിന്നീട് താലിയിലേക്ക് കൈവെക്കുന്ന സമയത്ത് ചന്ദ്രിക അത് തടയാൻ ശ്രമിക്കുകയാണ്. എല്ലാവരും നോക്കി നിന്ന് മേഘ മേഘ എന്ന് വിളിക്കുന്നതല്ലാതെ ആരും തന്നെ മേഘയെ തടയാനോ അവളെ പിടിച്ചു മാറ്റാനോ ശ്രമിക്കുന്നില്ല. അവൾ ചന്ദ്രികയുടെ കഴുത്തിൽ താലി തൊട്ട സമയത്ത് ചന്ദ്രിക തന്നെയാണ് അത് ചെയ്യാതിരിക്കാൻ വേണ്ടി അവളെ പിടിച്ചു വെക്കുന്നത്. പക്ഷേ സിദ്ധാർത്ഥ് ഉൾപ്പെടെ ആരും തന്നെ മേഘയെ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും മേഘയോട് ചെയ്യരുത് ചെയ്യരുതെന്ന് പറയുന്നതല്ലാതെ. മേഘ, നിനക്കെന്താ വട്ടാണോ? നീ ചന്ദ്രികയുടെ കഴുത്തിലെ താലി വിട് എന്നൊക്കെ സിദ്ധാർത്ഥ് പറയുന്നുണ്ട്. പക്ഷേ മേഘ ഒട്ടും തന്നെ കേൾക്കുന്നില്ല. അവൾ ആ ബാലിശമായിട്ടുള്ള തീരുമാനം എടുക്കുകയാണ്. അവസാനം അവൾ ചന്ദ്രികയുടെ കഴുത്തിലുണ്ടായിരുന്ന സിദ്ധാർത്ഥ് കെട്ടിയ ആ താലി വലിച്ച് പൊട്ടിക്കുന്നുണ്ട്. എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുകയാണ്. അയ്യയ്യോ, എല്ലാവരും ആകെ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ആരും ഒന്നും തന്നെ മേഘയെ ചെയ്യാൻ ശ്രമിക്കുന്നില്ല. മേഘയാണെങ്കിൽ താലി പൊട്ടിച്ചതിന് ശേഷം ചന്ദ്രികയെ പിടിച്ചൊരു ഉന്തു കൊടുക്കുകയാണ്. അവൾ അവിടെ താഴേക്ക് പോയി വീഴുന്നുണ്ട്. മലരു അമ്മ എന്നൊക്കെ പറഞ്ഞു പോയിട്ട് ചന്ദ്രികയെ ചേർത്ത് പിടിക്കുകയാണ്. സിദ്ധാർത്ഥ് പോയിട്ട് ചന്ദ്രികയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന സമയത്ത് വാസു മേഘയോട് പറയാണ്, എടി ദുഷ്ടേ, ഇപ്പൊ കഴുത്തിൽ കെട്ടി ആ താലി ഇതുപോലെ പൊട്ടിക്കാൻ നിന്നെക്കൊണ്ട് എങ്ങനെയാ സാധിച്ചത്? കല്യാണ മണ്ഡപം ഇതുപോലെ കലാപഭൂമി ആക്കിയില്ലേടി ദുഷ്ടേ. മേഘ ആ താലി പൊട്ടിച്ചിട്ട് അതും പിടിച്ചിട്ട് വീറോടെ നിൽക്കുകയാണ്. ആ സമയത്തും മനീഷ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അവൻ്റെ ഓട്ടോയ്ക്ക് അത്രയേറെ ദൂരം ഉണ്ടെന്നാണ് തോന്നുന്നത്. അതേസമയം വാസു ആണെങ്കിൽ ശരവണൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, എല്ലാം നീ കാരണമാണ് എന്ന് പറഞ്ഞിട്ട് അയാളുടെ ചെകിട്ടത്ത് നോക്കി ഒന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ്. അയ്യോ അച്ഛാ, മേഘ വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും ശരവണനെ നല്ല തല്ലുന്നുണ്ട്. ശരവണനോട് പറയുന്നുണ്ട്, നീ കാരണമാണ് എൻ്റെ മോൻ്റെ കല്യാണം മുടങ്ങിയതെന്ന്. പിന്നെ നീ എൻ്റെ മോളെ നശിപ്പിച്ചിട്ട് നിൻ്റെ മോനെ കൊണ്ട് വേറെ കല്യാണം നടത്തിക്കാന്നാണോ കരുതിയത് എന്നൊക്കെ ശരവണൻ തല്ലുകൊള്ളുമ്പോഴും വീറോടെ പറയുകയാണ്. ശരിക്കും പറഞ്ഞാൽ വാസുദേവനും ശരവണനും കൂടിയാണ് അവിടെ തല്ലുണ്ടാക്കുന്നത്. രണ്ടുപേരും പരസ്പരം വായി തോന്നുന്നതൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ മകളുടെ ജീവിതം നശിപ്പിച്ചു എന്ന് ശരവണനും, നിൻ്റെ മകൾ വേറെ എവിടെയോ പോയി പിഴച്ചുണ്ടായതിന് എൻ്റെ മകനെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്നുള്ള ഇതിൽ വാസുദേവനും. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാക്കിയിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ലക്ഷ്മി ആണെങ്കിൽ മേഘയുടെ ചെകിട്ടത്ത് നോക്കി ഒന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്തിൻ്റെ പേരിലാണ് എൻ്റെ മകളുടെ കല്യാണം മുടക്കിയത്? ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ മകളുടെ ജീവിതം നശിപ്പിക്കാൻ നിനക്ക് എങ്ങനെ സാധിച്ചടി എന്ന് പറഞ്ഞിട്ട് തല്ലിയ സമയത്ത് മേഘ തിരിച്ചു ചോദിക്കുകയാണ്, ഇത്രയും വർഷം നിങ്ങൾ നിങ്ങളുടെ മകളായിട്ട് എന്നെയല്ലേ വളർത്തിയിട്ടുണ്ടായിരുന്നത്? ഇപ്പോൾ ചന്ദ്രിക വന്നപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ശത്രുവായി അല്ലേ? എൻ്റെ വയറ്റിൽ കുഞ്ഞിനെയും കൊണ്ടാണ് ഞാൻ കഷ്ടപ്പെടുന്നത്. അതിനെപ്പറ്റി ഒരു നിമിഷം പോലും ആലോചിക്കാതെ, നിങ്ങൾക്കൊന്നും ഒരു സങ്കടവും തോന്നാതെ നിങ്ങൾ നിങ്ങളുടെ മകളുടെ കല്യാണം നടത്തുവാണല്ലേ എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛനുമായിട്ട്? നിങ്ങൾക്കാർക്കും അറിയാത്തതല്ലോ എൻ്റെ ഗർഭത്തിന് ഉത്തരവാദി സിദ്ധാർത്ഥാണെന്ന്. നിങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വരാത്ത ദേഷ്യം തോന്നുവാണ്. മേഘയ്ക്ക് സങ്കടം സഹിക്കാനാവുന്നില്ല. സിദ്ധാർത്ഥ് അവൻ്റെ കഴുത്തിലുണ്ടായിരുന്ന മാല വലിച്ചൂരിയിട്ട് പറയാണ്, ഏയ് കുറേ നേരമായല്ലോ തുടങ്ങിയിട്ട്, ഞാനും ഇത് കണ്ടോണ്ട് നിൽക്കുകയാണ്. മര്യാദയ്ക്ക് ചന്ദ്രികയുടെ കഴുത്തിൽ ഞാൻ കെട്ടിയ താലി നീ തിരിച്ചു കൊടുക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ നടക്കുന്നത് വേറെ ആയിരിക്കും. ഏയ് നിന്നോട് തരാനാ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് മേഘയുടെ കയ്യിൽ നിന്ന് ആ താലി തട്ടിയെടുക്കാൻ വേണ്ടി സിദ്ധാർത്ഥ് ശ്രമിക്കുകയാണ്. അവളാണെങ്കിൽ അത് കൊടുക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരും നോക്കി നിൽക്കാന്നല്ലാതെ ആരും അതിനിടയിലേക്ക് കടന്നു പോവുകയോ അവരെ തടയുകയോ ഒന്നും ചെയ്യുന്നില്ല. ശരിക്കും പറഞ്ഞാൽ കമൻറ്റിൽ പറയുന്ന പോലെ തന്നെ ഈ സീരിയൽ ശരിക്കും ഒരു വിഡ്ഢിത്തായി മാറിക്കൊണ്ടിരിക്കുകയാണോ എന്ന് തന്നെ തോന്നിപ്പോവാണ്. ആ താലി സിദ്ധാർത്ഥിന് കൊടുക്കാതെ പിടിച്ചു വെച്ചുകൊണ്ട് മേഘ പറയുന്നുണ്ട്, ഇത് എൻ്റെ കഴുത്തിൽ കെട്ടേണ്ട താലിയാണ്. അത് കേട്ടപ്പോൾ എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുകയാണ്. അത് ഞാൻ മരിച്ചാലും നടക്കില്ല. ആരാണോ നിന്റെ ഗർഭത്തിന് ഉത്തരവാദി അയാളോട് പോയിട്ട് പറയടി നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ. ചന്ദ്രിക ഒന്നും പറയാതെ കരഞ്ഞുകൊണ്ട് തലയും താഴ്ത്തി നിൽക്കുകയാണ്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, അത് ഞാൻ തേടി കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. നീയാണ് എൻ്റെ ഗർഭത്തിന് ഉത്തരവാദി. എന്നെ ഇങ്ങനെ ഒരു അവസ്ഥയെ കൊണ്ടെത്തിച്ചത് നീ ഒരൊറ്റ ഒരാളാണ്. അതെനിക്ക് നന്നായിട്ട് അറിയാം. ഏയ് വായിൽ വന്നത് പറയാതെടി. അങ്ങനെ ഞാൻ പറയുന്നത് കള്ളാണെങ്കിൽ അത് തെളിയിച്ചതിന് ശേഷം നീ ചന്ദ്രികയുടെ കഴുത്തിൽ താലി കെട്ടിയാൽ മതി. മേഘ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതുവരെ ഈ താലി എൻ്റെ കയ്യിൽ തന്നെ നിൽക്കട്ടെ. അപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, മര്യാദയ്ക്ക് നീ കൂട്ടിക്കൊണ്ടുവന്ന ആൾക്കാരെയൊക്കെ കൂട്ടിയിട്ട് ഇവിടുന്ന് പോവാൻ നോക്ക്. അപ്പോൾ മീഡിയ ആൾക്കാർ ചോദിക്കുകയാണ്, എന്താ സാർ എല്ലാവരും ചേർന്നിട്ട് ഒരു പെണ്ണിനെ ഭീഷണിപ്പെടുത്തുന്നത്? അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ സിദ്ധാർത്ഥല്ല കാരണക്കാരൻ എന്ന് തെളിയിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ മകളെ അവന് കല്യാണം കഴിച്ചു കൊടുക്കുക സാർ. നിങ്ങളൊക്കെ എന്തറിഞ്ഞിട്ട് ഈ പറയുന്നത്? സിദ്ധാർത്ഥ് അവരോട് ചോദിക്കുന്നുണ്ട്. അത് തന്നെയല്ലേ മേഘ മാഡവും പറയുന്നത്, അവരുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ നിങ്ങളെന്ന് തെളിയിച്ചതിന് ശേഷം കല്യാണം നടത്തുമെന്ന്. അതുവരെ കാത്തു നിൽക്കാൻ പോലും നിങ്ങൾ തയ്യാറല്ലേ? അത്രമാത്രം ധൃതിയുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ പിന്നെ മേഘ മാഡം പറയുന്നത് ശരി തന്നെയല്ലേ? മേഘ മാഡത്തിൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ സിദ്ധാർത്ഥ് തന്നെ ആവാനാണ് സാധ്യത. അപ്പോൾ വനിതാ കമ്മീഷൻ ഓഫീസറും പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്കൂ, കോർട്ടിൽ മേഘയുടെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. സിദ്ധാർത്ഥല്ല മേഘയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛനെന്ന് ആദ്യം നിങ്ങൾ തെളിവോടുകൂടി അവിടെ എത്തിക്കൂ. അങ്ങനെ തെളിയിച്ചതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ചന്ദ്രികയായിട്ടുള്ള സിദ്ധാർത്ഥിൻ്റെ വിവാഹം നടത്താം. അതിനു മുമ്പ് നിങ്ങൾ ഇനിയും ഇതുപോലൊരു വട്ടം കൂടി ശ്രമിക്കാൻ പാടില്ല. എല്ലാവരും സങ്കടത്തോടു കൂടി നിൽക്കുവാണ്.
എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇരിക്കട്ടെ. ചന്ദ്രികയാണെങ്കിൽ പൊട്ടി പൊട്ടി കരയുന്നുണ്ട്. കാരണം അവൾ അത്രയേറെ വിചാരിച്ചൊരു കാര്യം തന്നെയാണ് കല്യാണ ദിവസം കല്യാണം മുടക്കാൻ മേഘ എന്തെങ്കിലും ചെയ്യും എന്നുള്ളത്. അത് സംഭവിച്ചപ്പോൾ അവൾ വല്ലാതെ സങ്കടപ്പെട്ടു പോവുകയാണ്. പ്രത്യേകിച്ച് കഴുത്തിൽ കെട്ടിയ താലി ആ ഒരു സമയം തന്നെ പൊട്ടിച്ചത് കൊണ്ടുപോയത് കൊണ്ടും. അപ്പോൾ മുത്തശ്ശനാണെങ്കിൽ ആകെ തകർന്നിട്ട് അവിടെ ഇരിക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ കഥ ഇപ്പോൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് ഒരു എത്തും പിടിയില്ല. അത്രയും ഫ്ലോപ്പായിക്കൊണ്ടിരിക്കുകയാണ്. കഥ വലിച്ചു നീട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ വിഡ്ഢിത്തരങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കഥ ഇവിടെ ഇങ്ങനെയാണ് വൈൻഡപ്പ് ചെയ്യുന്നത്.